നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ പുതിയ പുതിയ ചർച്ചകളും വിവാദങ്ങളും സംവാദങ്ങളുമൊക്കെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വാർത്ത, 2 ദിവസം മുമ്പ് വന്ന വാർത്ത, PV അൻവർ UDFിലേക്ക് പോകുന്നു, എറണാകുളത്ത് ചർച്ചകൾ നടക്കുന്നു. മലപ്പുറത്തല്ല, ശരിക്കും എറണാകുളത്തിൽ ചർച്ചകൾ നടക്കുന്നു. സീനിയർ നേതാക്കൾ, കോൺഗ്രസിലെ സീനിയർ നേതാക്കൾ ചർച്ചയ്ക്ക് ചരട് വലിക്കുന്നു. അനൗപചാരിക ചർച്ചയാണെന്നൊക്കെ പറഞ്ഞു, അത് ഔപചാരികമാകുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പെട്ടെന്നാണ് കാര്യങ്ങൾ വീണ്ടും ടേൺ ചെയ്യുന്നത്. ഇത് രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ, ഓരോ നിമിഷവും പ്രധാനമാണ്, അപ്രധാനവുമാണ്. ചിലപ്പോൾ ചില സംഭാഷണം കൊണ്ട് അതങ്ങ് തീരും, ചിലതാണെങ്കിൽ വളരും. രാഷ്ട്രീയം എന്നും അങ്ങനെയാണ്. ഒരു ഗിമ്മിക്കാണത്, ഒരു കളരിയാണ്, അതൊരു ഗോതയാണ്. അവിടെ ഒരു വല്ലാത്തൊരു സ്ഥലമാണത്. സഹോദരങ്ങൾ മലർത്തിയടിക്കും, മക്കൾ അച്ഛനെ തളർത്തും, മക്കളെ അച്ഛൻ തളർത്തും, സഹോദരങ്ങൾ തമ്മിൽ കുത്തുണ്ടാവും. അധികാരത്തിൻ്റെ വേറൊരു സ്ഥലമാണത്. അതുകൊണ്ട് അവിടെ യാതൊരു തത്വശാസ്ത്രമോ നീതിശാസ്ത്രമോ ഒന്നുമില്ല. അധികാരം എന്ന 4 അക്ഷരം മാത്രം. അധികാരം, പവറാണ് പൊളിറ്റിക്സ്, പവർ പൊളിറ്റിക്സാണ്. അപ്പോൾ അൻവർ ഇപ്പോൾ പറയുന്നത്, അദ്ദേഹം പരമാവധി സീറ്റുകളിൽ മത്സരിക്കും. തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, ഒരു പരിധിവരെ തൃശ്ശൂരും പുള്ളിക്ക് പറ്റും. പക്ഷേ 4 ജില്ലകളിൽ എന്തായാലും പറ്റും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കുറച്ച് കാസർഗോഡും പറ്റും. ഒരു മുസ്ലിം ഡോമിനേഷനുള്ള 4-5 ജില്ലകളിൽ നിർബന്ധമായും PV അൻവറിന് മത്സരിക്കാൻ കഴിയും. പിന്നെ മറ്റ് പാർട്ടികളിൽ, ഇപ്പോൾ CPM, കോൺഗ്രസ്, UDF, LDF, അതിലൊക്കെ സീറ്റ് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അവരെയും കിട്ടും. പിന്നെ കുറേ സ്വതന്ത്രന്മാരുണ്ടാവും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് പരമാവധി സീറ്റുകളിൽ, അത് തെക്കെന്നോ വടക്കെന്നോ കിഴക്കെന്നോ പടിഞ്ഞാറെന്നോ മലയെന്നോ താഴ്വരയെന്നോ സമതലമെന്നോ ഒന്നും നോക്കാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരമാവധി സീറ്റുകളിൽ ആളുകളെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ PV അൻവറിൻ്റെ പാർട്ടി. അവർക്ക് രജിസ്ട്രേഷൻ ആവുന്നു, ചിഹ്നം കിട്ടാൻ പോകുന്നു, കോടി പതാക അംഗീകരിച്ച് കിട്ടുന്നു, ഓരോന്നോരോന്നായിട്ട് പുറത്ത് വരികയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ PV അൻവർ തീർച്ചയായും എല്ലാ സ്ഥലത്തും മത്സരിക്കുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം അനൗപചാരികമായ ചർച്ചയും നടക്കുന്നുണ്ട്. ഒരു പക്ഷേ 2 സാധ്യതകളാണ് രാഷ്ട്രീയത്തിൽ കാണുന്നത്, PV അൻവറിൻ്റെ രാഷ്ട്രീയത്തിൽ. ഒന്ന്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് ഒന്നുകൂടി ശക്തി തെളിയിച്ചിട്ട് UDFിനോട് വിലപേശാം, അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുമ്പേ തന്നെ വിലപേശാം. ഇത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ല, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF വരികയാണെങ്കിൽ UDFിൽ 1-2 MLA ഉണ്ടാക്കണം. അദ്ദേഹത്തിന് MLA ആവണം, കഴിയുമെങ്കിൽ ഒരു MLA കൂടെ സൃഷ്ടിക്കണം. സജി മഞ്ഞക്കടലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ ആരെങ്കിലുമൊക്കെ മത്സരിപ്പിച്ച് 2 സീറ്റ് പിടിക്കാൻ പറ്റുമോ, മന്ത്രിസ്ഥാനം കിട്ടുമോ, പ്രധാനപ്പെട്ടൊരു വകുപ്പ് കിട്ടുമോ, ഇതാണ് PV അൻവറിൻ്റെ ഉള്ളിലിരിപ്പെന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഭരിക്കണം, മന്ത്രിയാകണം. കൃത്യമായി കേരളത്തിൻ്റെ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും CPL നിന്നും മാറിയതിനുള്ളൊരു പ്രതികാരം തീർക്കുന്നത് അദ്ദേഹം മന്ത്രിയായി പോലീസ് ഓഫീസർമാരും എല്ലാവരും അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുന്ന കാലം വരും എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 2 തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് അദ്ദേഹം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒന്ന്, പരമാവധി സീറ്റുകളിലേക്ക് തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് മത്സരിച്ച് അവിടെ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബലം നോക്കിയിട്ട് അസംബ്ലിയിലേക്ക് ഒരു മത്സരത്തിന് വേണ്ടിയിട്ടൊരു ബലം പിടിക്കുക, അല്ലെങ്കിൽ ഒരു ബാർഗെയിനിങ് നടത്തുക, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഡയലോഗ് നടത്തുക, അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പേ ഒരു ഡയലോഗ് നടത്തി അതിനെ അപ്പോഴും ശക്തി തെളിയിക്കണം. എന്തായാലും ഇത് എങ്ങനെയായാലും PV അൻവറിൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ അടുത്തൊരു 1 വർഷക്കാലം അല്ലെങ്കിൽ 2 തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് ശക്തി തെളിയിച്ചാൽ മാത്രമേ UDFിലേക്ക് ചേക്കേറാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ UDF വീണ്ടും ഉഴപ്പിക്കളയും. കോൺഗ്രസ് ഒക്കെ ഉഴപ്പിയാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ചെറിയ നെഗറ്റീവ് ഉണ്ടല്ലോ, ആ നെഗറ്റീവ് വീണ്ടും നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെയല്ല, വീണ്ടും അത് നെഗറ്റീവിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും, വല്ലാത്ത നെഗറ്റീവിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും അൻവറിൻ്റെ ഭാവി നമുക്ക് അറിയാനും കാത്തിരിക്കാനും കഴിയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടു കൂടിയാണ്.